എന്താ ഇവിടെ ഒരു ഉന്നതതല സമ്മേളനം? നോക്ക്, ഞാൻ കൃത്യമായിട്ട് ഇന്ന് പറയുന്നു, ദയവായി നിങ്ങൾ കൺക്ലൂഡ് ചെയ്യരുത് ഒന്നും. ആരോ എന്തോ മുമ്പിൽ വെച്ചിട്ടുണ്ട്, നീ ഒരുത്തരാണ് വിഷയത്തിലെ കുഴപ്പമുണ്ടാക്കുന്നത് ദ്രോഹി. അതിനെ സ്ക്രൂട്ടിനൈസ് ചെയ്യാനും അതിനെ കുറിച്ച് ഡിസൈഡും ഡിസ്കസ് ചെയ്യാൻ നമ്മുടെ സെറ്റപ്പിൽ, നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്പിൽ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ, ഞാൻ അതിന്റെ ഒരു കുറവ്. പണി വരുന്നുണ്ടവറാച്ച. ഒരു കോർട്ടുണ്ട്, അവിടെ പോയി പരാതി കൊടുക്കട്ടെ. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. അങ്ങക്ക് നാണം കെടേണ്ടി വരും. മിച്ചമുള്ള അഭിമാനമെങ്കിലും നഷ്ടപ്പെടുത്താതിരിക്കുന്നതല്ലേ സർ ഭംഗി. എന്താ കൊടുക്കാത്തത്? എന്താണ് അവർ, എന്തിനാണ് ഈ പബ്ലിക് ഒപ്പീനിയനിൽ പുറത്തു വന്നു പകുതി നുണയും പകുതി സത്യവും മിക്സ് ചെയ്തിട്ട് ഒരു പ്രൊപ്പഗൻഡ ചെയ്യുന്നത്? ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? അല്ല, ഞാൻ നോക്കൂ, എൻ്റെ മനസ്സിലുള്ളത് ഞാൻ പറയും. ഞാൻ ഇതാണ് പറയുന്നത്, ഇതിൻ്റെ മെറിറ്റിൽ എനിക്ക് അതിനെ സ്ക്രൂട്ടിനൈസ് ചെയ്യാനും കഴിവില്ല. തെറ്റുപറ്റിയതാണോ? എന്നീവർക്ക് തെറ്റ് പറ്റിയാലും ജനങ്ങൾക്ക് തെറ്റ് പറ്റില്ല. ഇതിന് കഴിവ് ഇലക്ഷൻ കമ്മീഷൻ കോർട്ടിലാണ്, അവർ ചെയ്യുക. ഹാപ്പി ആയില്ലേ? അവരെ പോയി പരാതി കൊടുക്കുക. നിങ്ങളെല്ലാവരും അത് ചെയ്യേണ്ടത്. എനിക്ക് ഇങ്ങനെ ഒരു ക്രമവിരുദ്ധം ഒന്നും കാണുന്നില്ല. എന്താ ചോദ്യങ്ങൾ നിർത്തിയോ? വേണ്ട, ഞാൻ നേരിട്ട് ചോദിച്ചോളാം. എങ്ങനെ ചോദിക്കും? ഇതല്ലേ മറുപടി. വല്ല ആവശ്യമുണ്ടോ? ചോദ്യങ്ങളൊന്നും ചോദിക്കാറുണ്ട്.